ഒരു ഗേൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുടെ ക്വാളിറ്റി എന്തായിരിക്കണം? അതാണ് നമ്മുടെ ഇവിടുത്തെ പെൺകുട്ടിയോട് ചോദിക്കാൻ പോകുന്നത്. അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, ആളുടെ ക്വാളിറ്റി എന്തായിരിക്കണം, അതാണ് നമ്മൾ എന്താ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ത് ക്വാളിറ്റിയാണ് ഒരു ബോയ്ക്ക് വേണ്ടത് കല്യാണം കഴിക്കാൻ വേണ്ടി ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ആളുടെ ക്വാളിറ്റി എന്തായിരിക്കണം? എന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് പെൺകുട്ടികൾ കല്യാണം കഴിക്കുക ഒരു ബോയിന്? അതിപ്പം ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ. താങ്കളുടെ പ്രിഫറൻസ് എന്താണ്? അങ്ങനെ ചോദിച്ചാല് ഒരുപാട് പൈസ വേണമെന്നുണ്ടോ? അങ്ങനെയല്ല, ഒരുപാട് വേണമെന്നുണ്ടോ? അങ്ങനെയല്ല. കുറച്ച് ആൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് ഇങ്ങനത്തെ ആൾക്ക് തന്നെ ഉണ്ടാവണം. ആൾക്ക് സ്വന്തമായിട്ട് സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് മറ്റൊരാളെയും അതേപോലെ റെസ്പെക്ട് ചെയ്യാനും സ്നേഹിക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരാളാണ്. വേറെ പൈസ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. ഇപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഞാൻ തന്നെ ജോലി ചെയ്ത് എൻ്റെ പൈസക്ക് എന്നെ നോക്കുന്ന ആ ഒരു മൈൻഡാണ് എനിക്ക്. എഡ്യൂക്കേഷൻ ഒക്കെ നന്നായിട്ട് വേണമെന്നുണ്ടോ? ഐ മീൻ ഒരു വലിയ ജോലിയുള്ള ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ വേണമെന്നൊക്കെ നിർബന്ധമുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നമുക്കിപ്പം ഒരാളുടെ അടുത്തൊരു ഇഷ്ടം തോന്നുവാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആ ക്വാളിറ്റീസ് ഒക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പം അവരുടെ എഡ്യൂക്കേഷൻ അങ്ങനത്തെ ഇതിലേക്ക് ഇല്ല, അതൊന്നും ചിന്തിച്ചില്ല. ഇപ്പൊ വീട്ടിലൊക്കെ ആയാലും അമ്മയ്ക്കൊക്കെ പ്രിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എന്തെങ്കിലും അമ്മയുടെ അടുത്ത് ഒരാളിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും അമ്മ നോക്കുന്നത് ആളുടെ ജോലിയൊക്കെ ആയിരിക്കും. ജോലിയായിരിക്കും. അപ്പൊ താങ്കൾക്ക് എന്ത് ജോലിയുള്ള ഒരാളെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നോക്കുമ്പോ? ഞാനങ്ങനെ എന്റെ ഫീൽഡിൽ തന്നെ ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട്. ഇപ്പം ഞാൻ അക്കൗണ്ടിങ് ഫീൽഡിൽ, അപ്പം ആ ഫീൽഡിൽ തന്നെയുള്ള ഒരാളാവുമ്പോ നന്നായിരിക്കും. അങ്ങനെയാണ്. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്തായിരിക്കും? ആളുടെ ക്വാളിറ്റി എന്തായിരിക്കണം? ഐ മീൻ എഡ്യൂക്കേഷൻ വേണോ, അല്ലെങ്കിൽ നല്ല പൈസ വേണോ, അല്ലെങ്കിൽ ജാതി വേണോ, അല്ലെങ്കിൽ ജാതി ആവണോ? ഞാൻ ആളുടെ സ്വഭാവം നോക്കിയിട്ട് എന്തായാലും, അല്ലാതെ പൈസ ജാതി സ്വഭാവം കാര്യങ്ങളൊന്നും വീട്ടിലോട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ ആള് നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അവര് പരിചയപ്പെട്ടതല്ലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അവര് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിപ്പോ വീട്ടുകാർ എന്തായാലും നോക്കുക, പൈസ, ജോലി കിട്ടുക, അങ്ങനെയൊക്കെയല്ലേ നോക്കുക? വീട്ടുകാരും നോക്കത്തില്ല. ജോലി ഗവൺമെന്റ് ജോലി വേണം അങ്ങനൊന്നും ഇല്ല. ആള് നമ്മളെ നല്ലോണം നോക്കുവോ, നമ്മുടെ പോയിന്റിൽ ആൾക്ക് പറ്റുമോ, നമ്മളെ ആൾക്ക് നോക്കാൻ പറ്റുമോ? എവിടെയോ ഞാൻ മാരീഡ് ആണ്. അപ്പൊ എങ്ങനെയാണ് നോക്കിയത്? ഞാൻ ഇതെല്ലാം നോക്കിട്ടാ, അപ്പിയറൻസ് നോക്കി, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി നോക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുള്ള ഒരു ഇത് നോക്കിയിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ബോയ്ക്ക് ക്വാളിറ്റി എന്താണ്? ഞാൻ ഓൾറെഡി മാരീഡ് ആണ്. നല്ലൊരു വീട്ടുകാർ അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾ എല്ലാവരും നോക്കുന്ന ക്വാളിറ്റി എന്താണ് വേണ്ടത് ഒരു ബോയ്സിന്? എനിക്ക് വേണ്ടത് ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് വേണ്ടത്. ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് എടുക്കുന്ന ഒരാളാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ ജോലി, മറ്റേ വിദ്യാഭ്യാസം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല ജോലിയുള്ള ഒരാളാണെങ്കിലും പക്ഷെ ക്യാരക്ടർ കൊള്ളില്ലായിരിക്കും. പക്ഷെ ആ ജോലി നല്ലതാണെങ്കിൽ ജോലി ആയിരിക്കും അയാൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാം കൂടെ കുറച്ച് ഫുള്ള് വേണ്ടെങ്കിൽ ഹാഫ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ മതി. ഇവിടെയോ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയുള്ള എത്ര പഠിപ്പ് വേണം, അങ്ങനെയൊക്കെ സംഭവം? അത്യാവശ്യം എഡ്യൂക്കേഷൻ വേണം, പിന്നെ കുറച്ച് സ്വഭാവം നല്ലതായിരിക്കണം, നമ്മളെ മനസ്സിലാക്കാൻ പറ്റണം, അങ്ങനെയൊക്കെ മതി. അല്ലാണ്ട് കൂടുതൽ ഹൈ ക്വാളിഫിക്കേഷൻ വേണ്ട, നമുക്ക് പറ്റുന്ന ഒരാളായാൽ മതി. ഇവിടെയോ ഫ്രീഡം വേണം, സപ്പോർട്ടീവ് ആയിരിക്കും, കെയർ വേണം. ഓൾറെഡി ഉണ്ട് കേട്ടോ. അങ്ങനെയാണ്. നിങ്ങളിപ്പോ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുടെ ക്വാളിറ്റി എന്തായിരിക്കണം എന്നാണ്? എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ നോക്കുന്നത്? നമ്മുടെ പ്രയോറിറ്റീസിനെ കൂടെ മാനിക്കുന്ന ഒരാള്, നമ്മളെ കുറച്ചുകൂടെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ആൾക്ക് ഒരുപാട് പൈസ വേണമെന്ന് ഉണ്ടോ, അല്ലെങ്കിൽ ജാതി മതമൊക്കെ തങ്ങളുടെ തന്നെ ആവണമെന്നുണ്ടോ, നിർബന്ധമുണ്ടോ? അപ്പൊ പാരന്റ്സ് അവരോട് ഇപ്പൊ തനിക്കൊരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് പറയുമ്പോ എന്തായാലും സമ്മതിക്കൂല. അതെന്താണ് അവര് വളർന്നു വന്നൊരു കൾച്ചറും അവരുടെ ഒരു കോൺസെപ്റ്റും എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ
നമ്മൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആണ്, കുറച്ചുകൂടെ ഡിമാൻഡിങ് ആണ്. നമുക്ക് ഇന്നതൊക്കെ വേണമെന്നുള്ളൊരു ഡിമാൻഡൊക്കെ ഉണ്ട്. അവരുടെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ അതില്. പിന്നെ എഡ്യൂക്കേഷൻ ഒക്കെ എന്തോരം വേണമെന്നാണ്? ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനത്തെ സെയിം എന്റെ ഒരു പ്രൊഫഷന് പറ്റിയ ഒരാളായാൽ മതി. പ്രൊഫഷന് പറ്റിയ ആളായാൽ മതി എന്നാണ്. പ്രൊഫഷന് അല്ലാതെ വേറെ വന്നു കഴിഞ്ഞാലോ വേറെ ആളോടെ ഇഷ്ടം തോന്നില്ലെങ്കിലോ? നമ്മളുടെ പ്രൊഫഷനെയും നമ്മളുടെ പ്രാക്ടീസിനെ കൂടെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം നോക്കിയാ മതി. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുടെ ക്വാളിറ്റി എന്തായിരിക്കണം എന്നാണ് നിങ്ങൾക്ക്? എന്ത് ക്വാളിറ്റി? നല്ല സ്വഭാവമായിരിക്കണം. പിന്നെ ഹൈജീൻ ആയിരിക്കണം. പിന്നെ എഡ്യൂക്കേഷൻ എങ്ങനെ നല്ലൊരു പഠിപ്പ് വേണമെന്നൊക്കെ ഉണ്ടോ? ഡോക്ടർ, എഞ്ചിനീയർ ആവണം നിർബന്ധമുണ്ടോ? പിന്നെ എന്താണ്? നല്ലപോലെ നോക്കണം. പിന്നെ പൈസ വേണമെന്നുണ്ടോ? ഒരുപാട് പൈസ വേണം ആളാണെന്നാണ്. പിന്നെന്താണ്? സ്നേഹമുള്ള ആളായിരുന്നു. ഈ സ്നേഹം മാത്രം വെച്ചിട്ട് വീട്ടുകാർ സമ്മതിക്കുമോ? ഒരു സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെന്തായാലും അവരെന്തായാലും പൈസ അല്ലെങ്കിൽ ജോലിയൊക്കെ നോക്കില്ലേ, ഗവൺമെന്റ് ജോലിയൊക്കെ നോക്കില്ലേ? അത് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാ? നല്ല ജോലി വേണമെന്നാണ് പറയാ. അങ്ങനെ പറയുമോ? ജാതിയൊക്കെ നോക്കുവോ? ജാതി അല്ലെങ്കിൽ മതം നോക്കുവോ നിങ്ങൾ? എന്നാലും വീട്ടുകാർ പറയുന്ന പോലെ അല്ലേ നിങ്ങൾ ചെയ്യൂ? അപ്പൊ അങ്ങനെ നോക്കില്ലേ? ഡയറക്റ്റ്ലി ആയാലും സമ്മതിപ്പിക്കാൻ വേണ്ടി നോക്കും, പറഞ്ഞു നോക്കും, മാക്സിമം പറയാൻ നോക്കും. അതൊന്നും ഇപ്പത്തെ അങ്ങനെ ഒന്നും നോക്കണ്ട, എല്ലാവരും മനസ്സിലാക്കുന്ന രീതിയിൽ പറയാൻ നോക്കൂ നിങ്ങൾ. അതാ കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെ കോൺഫിഡൻസ് ഉണ്ട് അങ്ങനെ പറയാനുള്ള? അതിന് കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുടെ ക്വാളിറ്റി എന്തായിരിക്കണം എന്നാണ് നിങ്ങളുടെ ഒരു ഇത്? എന്നാലും എന്തായിരിക്കണം? ഒരു പെണ്ണ് നോക്കുമ്പോ, താങ്കൾ അല്ലെങ്കിൽ ഒരാൾ നോക്കുമ്പോ എന്ത് ക്വാളിറ്റിയാണ് അവർക്ക് വേണ്ടത്? അത് എന്താ പറയാ, വാപ്പാനും ഉമ്മാനെയും നല്ലോണം നോക്കണം. എന്റെ വാപ്പാനും ഉമ്മാനും നന്നായിട്ട് നോക്കുന്നു. പിന്നെ നിറം വേണമെന്നുണ്ടോ? ഹൈറ്റ് വേണമെന്നുണ്ടോ? വണ്ണം വേണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എഡ്യൂക്കേഷൻ വേണമെന്നുണ്ടോ? എന്തോരം വേണമെന്നുണ്ട്? സെയിം എഡ്യൂക്കേഷൻ വേണമെന്ന് എന്തായാലും വേണം. പൈസയുടെ കാര്യം ഒരുപാട് പൈസ വേണമെന്നുണ്ടോ? ഇല്ല, പൈസ ഇല്ലാത്തവനായിരിക്കണം. അതെന്താ അങ്ങനെ ഒരു ഇത്? പൈസ ഉള്ളവർക്ക് അഹങ്കാരം കൂടുതലാണ്. അങ്ങനെയാണോ? പൈസ ഉള്ളവർക്കെല്ലാം അഹങ്കാരം ഉണ്ടെന്നാണോ? പൈസ ഇല്ലാത്ത ഒരാളാണോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി മറ്റുള്ളവർക്ക് എനിക്കറിയില്ല, പക്ഷെ എനിക്കുണ്ട്. ഓക്കെ.